ഇവിടെ ഇപ്പൊ ഐസ്ക്രീമും മണിക്ക് നേരത്തെ മണി പറയുമ്പോ നമ്മള് അമ്മ ഇട്ടരോളെ വേഗാവൂലേ? ഒരാള് ഷൂ ഇടാൻ വേണ്ടിട്ട് ഇനിയിപ്പോ സോക്സ് തിരിച്ചും മറിച്ചും തിരിച്ചും എല്ലാം ആക്കിട്ട് എപ്പാ ഇത് ഇടലൊന്നോ മണിക്കൂറുകൾ എടുക്കും. ഇതാണ് നമ്മുടെ കുഞ്ഞു റൊണാൾഡോ. അപ്പൊ നമ്മള് ഇന്ന് എവിടത്തേക്കാ പോകുന്ന അറിയാം? ഇന്ന് നമ്മള് ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മള് അത് കാണിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. സർപ്രൈസ് തന്നെ ആയിക്കോട്ടെ അല്ലേ? മേതുട്ടിക്ക് പിന്നെ ഒന്നും സർപ്രൈസ് ആയി വെക്കലില്ല അല്ലേ? സർപ്രൈസ് കാണാൻ പോകുന്നതിന്റെ അടുത്ത് മേതുട്ടിക്ക് ഒരു ഐസ്ക്രീം എല്ലാം മേടിക്കാനുണ്ട് പോകുമ്പോ. നമുക്ക് സർപ്രൈസ് ആക്കാന്ന്. സർപ്രൈസ് വേണ്ടേ? പിന്നെ എന്തേ വേണം മേതുട്ടി? മേതുട്ടിക്ക് മനസ്സിൽ അതിൽ നിക്കുന്നില്ല. മറിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മള് ഇത് എങ്ങനെയായിട്ടുണ്ട്? മേതുട്ടി റൊണാൾഡോന്റെ വലിയ ഫാനാണ് കേട്ടാ. എന്താന്നറിയില്ല, മറിച്ചിട്ടെ അത് കുറച്ച് തിരിച്ചിട്ടെ ഒന്ന് മറിച്ചിട്ടാ. എത്ര സമയം കാത്തു ഓഫാക്കൂല. എന്നെ കാണിച്ചോ? ഞാൻ ഒരു മണിക്കൂറായി ഇവളെ ഷൂ കെട്ടിക്കൈ. അതാ പിന്നെ ഓഫാക്കലേ. ഇപ്പൊ മേതുട്ടി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ 5 മിനിറ്റ് ആയിട്ട് അതിനുള്ളിൽ തന്നെ എന്റെ മോള് നോക്കി ഒരു ഷൂട്ട് രണ്ടാമത്തെ ഷൂ ഇടാൻ പോന്ന്. എത്ര നല്ല മോളാന്നറിയാം, എത്ര ഫാസ്റ്റിലാ ഇടുന്ന്. കാണിച്ചു കൊടുത്ത് ഓള് ഒറ്റക്ക് ഷൂ ഇടുന്നേ. മേതുട്ടി ഒറ്റക്കാണ് കേട്ടോ ഈ ഷൂ ഇട്ടത്. രണ്ടാമത്തെ ഷൂ മണിക്കൂട്ടനാണ് കാരണം ഇട്ട് കൊടുക്കണം. പക്ഷെ മേതുട്ടി അത് കാണിച്ചു കൊടുത്ത മേതുട്ടി ലേസ് കെട്ടുന്നത് വരെ മേതുട്ടിക്ക് അറിയാം കേട്ടാ. സ്വന്തമായിട്ട് ഒരു ലൈസ് ഇപ്പത്തെ സൈഡ് മേതുട്ടി കെട്ടി. ഇപ്പൊ രണ്ടാമത്തത് കെട്ടാൻ പോവുകയാണ്. നിങ്ങളെ വീട്ടിലുണ്ട് ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ ഷൂവും സോക്സ് എല്ലാം ഇടുന്നേ? നോക്കിയ മേതുട്ടി ഒറ്റക്ക് ഇടുന്നു. അങ്ങനെ എത്ര പേർക്ക് ഒറ്റക്ക് ഇതാ മേതുട്ടിന്റെ പ്രായത്തിലുള്ളവർക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഒറ്റക്ക് ലൈസ് കെട്ടാൻ അറിയുന്നില്ല? നമുക്കൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ അല്ലെ മേതുട്ടി? നമ്മളത് നോക്കണം. ആ നോക്കിയേ, ആഹാ അത് എത്ര പെട്ടെന്ന് നോക്കിയാ കണ്ടാ? അടിപൊളി കണ്ടാ, സൂപ്പർ ആയിട്ട്. മണിക്കൂട്ടം വരെ 5ാം ക്ലാസ്സിൽ എത്തുമ്പോ പഠിച്ചത് ലേസ് കെട്ടാൻ വേണ്ടിട്ട്. മേതുട്ടി ഇപ്പൊ 1ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചല്ലേ മേതുട്ടി? അതെയാ, UKG പഠിച്ചു എന്നല്ല പറയുന്നു. അപ്പൊ നമ്മൾ ആ സർപ്രൈസ് കാണാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നടക്കൂല. ഒരാൾ റെഡി ആയിട്ടുണ്ട്. ഫുട്ബോൾ കളി തുടങ്ങിയിട്ടാണ്. മണി നമ്മളെ അടുത്തേക്കാ പോകുന്ന അറിയാം. സർപ്രൈസ് ആണ്, നീ പറഞ്ഞേക്കല്ല അത് അല്ലേ? സർപ്രൈസ് അല്ലേ? അപ്പൊ നീ റെഡി ആയി വേമ്പ, നമുക്ക് പോയേക്കല്ലാടാ. ഫുള്ള് ചളിയാണ്. ഇന്നെന്താ പറഞ്ഞേ? ഇന്ന് ഈ ജേഴ്സി വിട്ടിട്ട് സ്കൂളിലേക്ക് പോയി കേട്ടോ. ഇന്ന് ഇവരെ സ്കൂളിൽ FIFA വേൾഡ് കപ്പ് ആയിരുന്നു അല്ലേ? ഏത് ടീമാ ജനിച്ചേ? +1 +2 ഫ്രാൻസ് ജയിച്ചു. 8-9 പോർച്ചുഗൽ ഒന്നുമില്ലേ? പോർച്ചുഗൽ കളിച്ചിനാ? തോറ്റുപോയി. ആരായിരുന്നു? പെനാൾട്ടി വരെ നിന്ന് +1 +2 പെനാൾട്ടിന്ന് കാർത്തിക് എന്ന് പറയുന്ന അതെല്ലേ? അപ്പം അങ്ങനെ ഇന്ന് ഫുള്ള് FIFA വേൾഡ് കപ്പ് ആയിരുന്നു ഇന്ന് സ്കൂളിൽ അല്ലേ? അപ്പം അങ്ങനെ ബ്രസീൽ എന്താ പറഞ്ഞ അർജന്റീന ഏതാണ് കപ്പ് എടുത്തത്? ഫ്രാൻസ് അല്ലേ? ഫ്രാൻസ് കപ്പ് എടുത്തു എന്നല്ല പറയുന്ന മണിക്കൂട്ടൻ. പക്ഷെ ഏതായാലും മണിക്കൂട്ടൻ ഫുള്ള് കളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ജേഴ്സിയിൽ ഫുള്ള് ചളിയാ കാണുന്നത്. മുമ്പിലൊന്നും ചളിയില്ല, മൊത്തം ബാക്കിലാണ്. എനക്കൊന്ന് വേറെ ആരോ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ആയതാവുന്നു ബാക്കില്. ചളിവെള്ളം എങ്ങനെയാതല്ലേ? റൊണാൾഡോ കളി തുടങ്ങിയതാ. അടിയല്ലേ? ഒരു ബോളിന് വേണ്ടി രണ്ടാളും അടിയായേക്കല്ല. മതിയേ മതിയാക്ക്. വാ, നമുക്ക് ഏതായാലും നമ്മുടെ സർപ്രൈസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയേക്കലേ അല്ലേ? സർപ്രൈസിന്റെ സ്ഥലത്തെത്തി. നമ്മളിപ്പോ എത്തിയത് അമ്പലത്തിന്റെ അടുത്താണേ. സർപ്രൈസ് എന്നാന്ന് പറയേയില്ല അല്ലേ? കാണിക്കലേ ഇല്ലു. അറിയൂലല്ല, കാണിക്കുകയേ ചെയ്യൂ. ഇതിന്റെ ശബ്ദം കേൾക്കൂല. ഈ സാധനം പിടിച്ചു കഴിഞ്ഞാലേ കേൾക്കൂലു. ഇവിടെ കൊറേ ഫ്ലക്സ് ഉണ്ട്. പക്ഷെ ഒരാളെ ഫ്ലക്സ് മണിയും ഡാഡി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവന്നൂടാ. ഇല്ല, എന്റെ വീടില്ല. പുലരി ക്ലബിന്റെ അടുത്തുനിന്ന് ഒരുപാട് ഫ്ലക്സുകൾ കാണാം.
അപ്പം ഹൈവസ ഹൈവസ മേതൂട്ടിനെ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടോ മേതൂട്ടി? ഹലോ ഗൈസ് ദിസ് ഈസ് പോർച്ചുഗൽ കൊടുത്ത് മേതു. അയ്യോ അത് മേതു ഒന്നല്ല, അതാരോ അല്ലേ. അല്ല ഞാനാ. ഇവിടെ ഒരു കുഴപ്പം നടന്നു കൂട്ടെ. കാരണം മേതൂട്ടി അറിയില്ല മേതൂട്ടിയുടെ ഫോട്ടോ കൊടുത്തത്. അപ്പൊ നമ്മൾ ഇന്നലെ ഇതൊന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് മേതൂട്ടി ഉറങ്ങുന്നുണ്ടേ രാത്രിക്കില്ലേ വരുമ്പോ. അല്ല എന്നിട്ട് നമ്മളത് വീഡിയോ എടുത്തിരുന്നല്ല, ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് മേതൂട്ടിക്ക് ഇന്ന് കാണിച്ചു കൊടുത്തേരെ. എൻ്റെ പൊന്നോ കുഴപ്പം എന്ന് പറഞ്ഞാൽ കുഴപ്പം. എന്തിനാ മേതു കുഴപ്പാക്കി നീ? എന്തിനാ എന്നെ സ്കൂൾ പോകുന്ന പോലെ കെട്ടിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തേ? കാരണം കുഴപ്പനെ ലാസ്റ്റ് എങ്ങനെയല്ല നമ്മൾ ഐസ്ക്രീം എല്ലാം മേടിച്ചു തരാൻ പറഞ്ഞിട്ട് പ്രശ്നം അങ്ങ് സോൾവ് ആക്കി വെച്ചു. കൊറേ ഉണ്ടല്ലോ കെട്ടല്ലോ. അതെയാ മേതുവിന്റെ മാത്രല്ല റോഡിൽ കയറല്ലേ? നമ്മളെ മണിക്കൂട്ടൻ റെഡിയുണ്ട്. മണിക്കൂട്ടിന് ഇന്ന് അതേ ഡ്രസ്സ് തന്നെ ഇടുകയും ചെയ്തതല്ലേ മണി? ഇന്ന് മേതു എന്നാ ചേഞ്ച് ഇല്ലത് എന്നേ? കഴുത്തില് ഇത് ഇങ്ങനെയുണ്ട്, പക്ഷെ അത് അങ്ങനെയല്ല. ഓ ടീഷർട്ടിന്റെ ചെറിയ വ്യത്യാസം പറയുന്നത്. പക്ഷെ അത് രക്ഷപ്പെട്ടു കിട്ടിയില്ല. കൊതുക് നിങ്ങളെ പേരില് കേസ് കൊടുക്കും ചെലപ്പോ. അതെ ബ്രസീൽ ഉണ്ട്, അർജന്റീന ഉണ്ട്. മണിക്കൂട്ടം ബ്രസീലിന്റെ ആളാണ്. അപ്പൊ ബ്രസീൽ ഇവിടെ കഴിഞ്ഞു. അടുത്ത നമ്മള് നേരെ അർജന്റീന ടീം കഴിഞ്ഞതാ. ഇവിടെ നമ്മുടെ സ്പെയിൻ ഉണ്ട്. അതേപോലെ പിന്നെ ആരാന്നടാ മണിക്കൂട്ട? അതാരാ? ഫ്രാൻസ് അല്ലേ? ഇതിന് തൊട്ടടുത്തില്ലേ? ആ ചെറിയ അപ്പൊ ആൾക്കാർ കുറവാകുന്നു ഫ്രാൻസിലല്ലേ? അപ്പൊ ഇതാണ് നമ്മള് സർപ്രൈസ്. ഇല്ല സർപ്രൈസ് ഒന്നല്ല, പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആണ് ഇങ്ങനെ. അതെ മേതൂട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ മേതൂട്ടിയുടെ മണീന്റെ ആദ്യം അടിച്ചിന്. മേതൂട്ടിയുടെ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിട്ട് ആളെ ഉണ്ടായിട്ടില്ല, കാരണം ആരും ഇല്ല അല്ലേ നാട്ടില്. ലാസ്റ്റ് മേതൂട്ടിന്റെ ആൾക്കാർ മേതൂട്ടിന്റെ ഉണ്ടായിരുന്നു ഈ പോർച്ചുഗലിന്റെ ആളിനെ, പക്ഷെ അവരൊന്നും നാട്ടിലുണ്ടായിട്ടാ കുറെ വൈകി. ഈ പോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്നലെ റോഡിൽ കയറല്ലേ? ഇന്നലെ വെച്ചതല്ലേ? മിഞ്ഞാന്ന് ഇന്നലെയാ? ഇന്നലെയാണ് വെച്ചതാ. വന്നിട്ട് കൊറേ വൈകി അവര്. അർജന്റീന ടി വി മൊത്തം ഒരു പഴയ ടി വി. ഒരു പണ്ടത്തെ ടി വി ഇതിലും ഇതായിട്ടുള്ള ടി വി ഉണ്ടായിരുന്നു. ക്ലബിലുണ്ടായ ടി വിയാ തോന്നുന്നേ. അപ്പം നമ്മളെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പുലരി ആർട്സ് സ്പോർട്സ് ആൻഡ് ക്ലബ്ബ്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പം ഇതാണ് നമ്മൾ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് അല്ലേ? എല്ലാവരും സർപ്രൈസ് ആയിട്ടേ. ഇനിയിപ്പോൾ ഇതാണ് നിങ്ങൾ സർപ്രൈസ്. നല്ല സ്പെയിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായി. എല്ലാം കാണിച്ചിരുന്നു. സ്പെയിനെല്ലാം കാണിച്ചിട്ടുണ്ട്. റൊണാൾഡോ ഉണ്ട്, പക്ഷേ അതിൽ റൊണാൾഡോ ലുങ്കി എടുത്തിട്ട് എപ്പോ കേരളത്തിൽ വന്നേ? റൊണാൾഡോ ലുങ്കിയിൽ എടുത്തിട്ടാണ് മേതു കണ്ടിട്ടില്ല. നേരിട്ട് കാണുന്നുണ്ടാ? നേരിട്ട് കാണുന്നുണ്ടാ? കാണുന്നില്ല. ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. എനിക്കൊരു ഞാൻ ചോദിച്ചാ എന്താ അതിന്റെ ഭാഷ എനിക്കറിയില്ല. റൊണാൾഡോന്റെ ഭാഷ ഒന്നും അറിയണ്ട, ആംഗ്യ ഭാഷ കാണിച്ചാൽ മതി. ഇങ്ങനെ വാ നല്ല മഴ, അതുകൊണ്ട് നമ്മളിവിടെ വീഡിയോയിലും പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല മഴ വന്നു. അതെ റീൽസ് ഉണ്ടായി നമ്മളൊന്നും എടുക്കുന്ന. അപ്പൊ അതിന്റെ അടുത്ത് നിങ്ങളിടണ പ്ലാസ്റ്റിക് മാലിന്യം ഇട്ടോന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിടണോ? എന്നെ അപ്പുറത്ത് ഇട്ടാ മതി കടലാസ് മാലിന്യം. അതെ എന്നെ കടലാസിലേക്ക് ഇട്ടാ മതി. കടലാസ് വലിയ ദോഷകരല്ലല്ല.
നല്ല മഴ വന്നു കേട്ടോ നമ്മളെ ഇവിടെ ക്ലബിന്റെ ഇതിൽ കയറി ഇരിക്കിട്ടായിരിക്കുന്നത്. ക്ലബ് മൊത്തം അർജന്റീനയാണല്ലോ അല്ലേ കൂടുതൽ കാണാനില്ലത്. എനിക്കൊന്ന് അർജന്റീനക്കാരാണ് ഫസ്റ്റ് ഇത് കിട്ടിയത്. ടയറ്, TV, മറ്റേ കൊടിയും ഇത് തോരണം എല്ലാം അർജന്റീനയിലുണ്ട്. ഇത് കൊടിയാണ്, അവരാണ് ആദ്യം ഫസ്റ്റ് പിന്നെ ഇത് കെട്ടിയത് തോന്നുന്നു കൊടി. ആടെ ഒരു സാധനം കൂടി എല്ലാത്തിനും കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയാം, ഇത് എനിക്ക് ഇതൊരു കുപ്പിയാണ്, അപ്പൊ എന്തോ അതിനടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. നോക്കുന്നുണ്ട് ഏതുട്ടി അമ്മ പറയുന്നേ. അതിൽ ഒരു ഫ്ലക്സ്, വേറെ ഒരു ഫ്ലക്സും കൂടി ഉണ്ട്. മണിക്കൂട്ടൻ മാറിയാ, ടീം മാറിയാ? അർജന്റീന കുടീൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കളി. നീ ആ വലിച്ചു പൊട്ടിക്കണ്ടാട്ടാ. പ്രശാന്ത് അമ്മനെ ഒരു മിനിറ്റ് വീഡിയോയില് കാണുമല്ലോ. നാളെ അതെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ വരും. ജിതിയായിട്ടും പ്രശാന്തായിട്ടും എല്ലാരും കൂടെ നീ എന്നെ പൊട്ടിച്ചെന്ന് ഉറപ്പും വരും. അതന്നെ ഇനി വേദന ഉറപ്പ് വരും. അങ്ങനെ നമ്മുടെ സ്പെയിനിന്റെ മെയിൻ കളിക്കാരനെ എത്തിയിട്ടുണ്ട്. കളിക്കാരൻ പോലെ തന്നെ അല്ലേ മണിക്കൂട്ട? സ്പെയിനിന്റെ ആരാധകൻ അവന്റെ ഫ്ലക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിതേ കപ്പ് ആര് എടുക്കുന്ന പറയുന്ന ഇപ്രാവശ്യം? എനിക്ക് അങ്ങനെ ആരുമില്ല, പ്രത്യേകിച്ച് ആരും. ഞാൻ അതന്നെ കാണിച്ചിനി. ഞാൻ പിന്നെ വെറുതെ പ്രവചന മത്സരം വെച്ചിട്ടുണ്ട്. അതിന്റെ കാലാവധി കഴിഞ്ഞല്ലോ ഇന്നലെ. ഇന്ന് 7 മണി വരെ. അപ്പൊ അങ്ങനെ നമ്മൾ ആർക്ക് വേണമെങ്കിലും അല്ലെ, ഓൾ ഓവർ കേരള അല്ലേ, ആർക്ക് വേണമെങ്കിലും നമ്പർ നമ്മള് അതിൽ സ്റ്റാറ്റസ് എല്ലാം ആക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വിനീതിന്റെ നമ്പറിലേക്ക് പിന്നെ അയച്ചു കൊടുക്കുന്നതാണ്. എന്താണ് വിനീതോമൻ അതിലുണ്ട്. അതല്ലേ വിനീത അടിയുണ്ട്. അതിലെ ആൾക്കാർ കുറവാന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ ചാൻസിൽ നല്ലൊരു ടീമാണ് സ്പെയിൻ അല്ലേ. ആദ്യം കുറച്ച് പോയി, കഴിഞ്ഞ കളി ആകുമ്പോഴത്തേക്ക് ഫോമിലേക്ക് എത്തി. അതെല്ലേ, അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഇതാണ് നമ്മളെ ക്ലബ്ബ് വിശേഷം. മൊത്തം ഫ്ലക്സ് കാണിച്ചിട്ടുണ്ട് വിനീത. ഇവിടെ ഇപ്പൊ ഐസ്ക്രീമും മണിക്ക് നേരത്തെ പറഞ്ഞില്ലല്ലോ, നേരത്തെ മറ്റേ ഫോട്ടോന്റെ പ്രശ്നത്തിന്റെ. അപ്പൊ അത് മണിക്കാൻ വേണ്ടി നടന്ന് നോക്കുന്നുണ്ട്, ഒളിച്ചു കളിക്കുന്നു. കുഞ്ഞുകുട്ടാട്ട് ഇവരെന്തെല്ലാം എടുത്തിട്ട് പോവേ? കുഞ്ഞുകുട്ടാ ആളുമില്ലേ കടയിൽ? ആരുമില്ലേ? CCTV ഉണ്ട്. അതാ തിരിഞ്ഞു നിൽക്കുന്നത് ധൈര്യത്തില്. CCTV ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഒന്നും നടക്കൂലെന്നാ പറയുന്നത്. ചേട്ടാ നിങ്ങളെ ഇതെല്ലാം ബാനറെല്ലാം കാണിച്ചിട്ടോ നമ്മള്? കാണിച്ചിട്ടുണ്ട് കേട്ടാ. അടിപൊളിയായിട്ട് നല്ല ആർജവത്തോടെ, വളരെ ആർജവത്തോടെ നിൽക്കുന്നുണ്ട് അതിന് കുഞ്ഞുകിട്ടാടൻ അതില് പോസ്റ്റില്. അതല്ല ഇപ്പൊ AI ആണ്, AI സിസ്റ്റം. ഫുള്ള് AI സിസ്റ്റം ആക്കി. മണി തുറന്നു വെക്കല്ല അതല്ലേ ഇപ്പൊ AI ഇപ്പൊ എല്ലാം മാറ്റാൻ പറ്റും. ഇവിടുന്ന് ഐസ്ക്രീം 200 രൂപ പോലും അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ല. എവിടെ പൈസ കാണിക്കലേന്ന് പ്രിയേ? പൈസ ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാന്ന് നോക്കിയേ, ഇതാണ് പൈസ. ഐസ്ക്രീം മേതുട്ടി എനിക്ക് എത്രയാ പറഞ്ഞിനി? 200 അത് മതിയാ? ഐസ്ക്രീം മതിയാ? എനിക്ക് വായിക്കാൻ അറിയാൻ ന്യൂസ്കോപ്പ് ഉണ്ടാ നോക്കിട്ടെ. 101 101 റുപ്യല്ലേ? 101 റുപ്യല്ലേ? പിന്നെ അതിന്റെ അപ്പുറത്ത് നിന്ന് ഒരു വര ഒന്നും കൂടി അല്ലേ? പറ്റിക്കല്ലേ? തിന്നോ പൈസ കൊടുത്തോ? പൈസ കൊടുത്തിട്ട് രണ്ടാളും മേടിച്ചോ, അല്ലെങ്കിൽ ഇവിടെ നിന്നോ, വണ്ടിന്ന് ഫോൺ എടുത്തു. വൈകുന്നേരം വരെ സിനിമ കാണുമ്പോൾ വൈകുന്നേരം. അതെ, അതാ ഞാൻ പറഞ്ഞു. അത് അരിയർ ഇവിടെ ഹോട്ടലല്ലല്ല, അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തിട്ട് വിട്ടാൽ മതി രണ്ടാള്. ഫോൺ എടുക്കുക. നമ്മുടെ കട അല്ലേ? അതെ.